ഞാൻ ഫാദർ അഗസ്റ്റിൻ പാട്ടാനിയിൽ, ആനക്കാമ്പോയിൽ വികാരി. വളരെ ദൈവാനുഭവത്തിൻ്റെയും പ്രാർത്ഥനാനുഭവത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ധ്യാനത്തിനെക്കുറിച്ചും ധ്യാന ടീം അംഗങ്ങളെക്കുറിച്ചും. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ധ്യാനം നയിച്ച ജോജോ മാരിപ്പാട്ടച്ഛനെയും ടീം അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇടവയിൽ എല്ലാ അംഗങ്ങളും ധ്യാനത്തിൽ പങ്കെടുത്ത് ധ്യാനം വിജയിപ്പിച്ചതിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ഓരോ ഇടവ അംഗത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ലൂക്കാസ് സുവിശേഷം 4:18 തിരുവചനം വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. നല്ലൊരു കൈയിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ശക്തിയോടെ കൈയിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഇപ്പോൾ പ്രിയമുള്ളവരിത് ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെല്ലാം ശക്തി പ്രാപിക്കും. ഇത് മാമോദീസായിലൂടെ ലഭിച്ച, സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച, ഓരോ കൂദാശകളുടെയും സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലുണ്ട്. അതെ, ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും അതിനെ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളുടെ തോളത്ത് തട്ടി പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ചേർന്ന് പറയാം ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിൽ, യൂദയായിൽ, സമറിയ മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. നോക്കിയേ, ഭയത്തോടെ പേടിച്ചിരുന്ന സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 1:14 അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴിതാ 2-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ നമ്മൾ കാണുന്നു, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മുറിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങുകയാണ്. അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ ജീവിതം അടിമുടി മാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്ലീഹന്മാരുടെ ഭയം പോയി, പേടി പോയി, ആകുലത മാറി, ഉത്കണ്ഠ മാറി, നിരാശ മാറി, അവർക്ക് ധൈര്യം ലഭിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയമുള്ളവരെ, കൂടെയുള്ളവരുടെ സാന്നിധ്യം നമ്മുടെ സ്വഭാവത്തെ മാറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ചിന്താരീതികൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പരിശുദ്ധ അമ്മ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ദൈവദൂതനോട് ചോദിച്ചു. ദൈവദൂതൻ നൽകിയ മംഗളവാർത്ത. അപ്പോൾ മംഗളവാർത്ത, ഈ മംഗളവാർത്ത എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സാധ്യമാകും എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുമ്പോൾ ദൈവദൂതൻ മറുപടി പറഞ്ഞു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു,
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വെറുതെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കർത്താവായ ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നല്ലൊരു കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധ അമ്മ പിന്നീട് സങ്കടപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ. അതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വരദാന ഫലങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ പറയും, നിങ്ങൾ എണ്ണിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതെ, അച്ഛൻ്റെ കയ്യിലേക്ക് നോക്കിയേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കടബാധ്യതകൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നടക്കാനായിട്ട്. പ്രിയമുള്ളവർ, എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ശരിയാണോ? പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ രോഗം മാറാനും നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടാനും സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ, ഈ സഹനത്തിൻ്റെ അവസ്ഥയിൽ, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമേ, പതറാതെ മുന്നേറുവാൻ, സങ്കടപ്പെടാതെ മുന്നേറുവാൻ, നിരാശയിൽ വീണുപോകാതെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ രോഗപീഠകളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, മറ്റു നിയോഗങ്ങളിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16. ഞാനൊരു സഹായകനെ അയക്കും. പരിശുദ്ധാത്മാവ് സഹായകൻ വന്നു കഴിയുമ്പോൾ 14:26 യോഹന്നാന്റെ സുവിശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ, നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ലൂക്കാ സുവിശേഷം 12:12. ഈ പരിശുദ്ധാത്മാവ് എന്തു പറയണമെന്ന് നിങ്ങളുടെ നാവിൽ നിക്ഷേപിച്ചു വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായം. അപ്പം നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപകളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ അവിടുന്ന് നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:10. ജീവനുള്ളവയ്ക്ക് പുതുജീവൻ നൽകുന്ന, അസ്ഥികളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ദൈവം നമുക്ക് പകർന്നു നൽകും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ആമേൻ. ശിരസ്സ് നമിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കൈകൾ അടിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ഈശോയെ നോക്കിക്കൊണ്ട് കൈകളടിച്ച് ദൈവപിതാവേ, സ്നേഹനാഥനേ,
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പഠിക്കേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി കൈയിടിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ഹല്ലേലൂയ 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 ആമേൻ. ഒരിക്കൽ കൂടി ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധാത്മാവ് ഇതാ പ്രാവിൻ്റെ രൂപത്തില് ഈശോയുടെ മേൽ പറന്നിറങ്ങുന്നത് കാണുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇതാ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ ഓ പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയുടെ മേൽ പറന്നിറങ്ങണമേ. ഈരടികളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പാടി വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച്, ഇരുകരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണുകളൊന്നടച്ച്, എല്ലാവരും ഇരുകരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണുകൾ അടയ്ക്കുന്നു. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, ഓർമ്മശക്തി നൽകണമേ, വിവേകം നൽകണമേ, ഉചിതമായ തീരുമാനങ്ങൾ കൃത്യസമയങ്ങളിൽ എടുക്കുവാൻ പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എല്ലാവരും ആഗ്രഹത്തോടെ സ്വരമുയർത്തി ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നെറ്റിയിലൊന്ന് കുരിശു വരച്ച് വിശദീകരിക്കുന്ന ആശീർവദിക്കുന്ന ഇരുകരങ്ങളും കണ്ണുകളോട് വലതുകരം വലതു കണ്ണിൽ, ഇടതുകരം ഇടതു കണ്ണിൽ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ കാഴ്ചയെ വിശദീകരിക്കണമേ. തെളിമയുള്ള കാഴ്ച നൽകി നല്ലത് കാണുവാൻ, നന്മയായത് കാണുവാൻ, മുൻവിധികളോടെ ആരെയെങ്കിലും ഞാൻ കാണുന്നുണ്ട്, മോശമായിട്ടുള്ള പല ചിന്തകളും അതുമൂലം വരുന്നു, എൻ്റെ കാഴ്ചയെ ഇതാ അന്ധന്റെ കണ്ണുകളിൽ ഈശോ സ്പർശിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, മരങ്ങളെ പോലെ. ഇതാ അവ്യക്തമായ കാഴ്ചകൾ വീണ്ടും അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അവൻ കൃത്യമായി കണ്ടു, മനുഷ്യരെ മനുഷ്യരായി കണ്ടു. പരിശുദ്ധാത്മാവേ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളിൽ കുരിശു വരച്ച് വിശദീകരിക്കുന്നു. ഇരുകരങ്ങളും കാതുകളോട് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും കാതുകളോട് എൻ്റെ കേൾവിയെ വിശദീകരിക്കണമേ. ഇതാ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ ഒരു സ്വരം നീ കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവേ എൻ്റെ കാതുകളെ നല്ലത് കേൾക്കുവാൻ, നന്മയായത് കേൾക്കുവാൻ കാതുകളെ വിശദീകരിക്കണമേ. ചേർന്ന് പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കാതുകളിലൊന്ന് കുരിശു വരച്ച് വിശദീകരിച്ച്, ഇരുകരങ്ങളും ചുണ്ടോടൊന്ന് ചേർത്ത് വെച്ച്, ചുണ്ടോട് ചേർത്ത് വെച്ച്, കർത്താവെ കണ്ണുകളടച്ച്, ഈശോയെ എൻ്റെ സംസാരത്തെ വിശദീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നല്ലത് പറയുവാൻ എനിക്ക് ഏറ്റവും വീഴ്ചയുണ്ടാകുന്ന എൻ്റെ സംസാരത്തിൽ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു,
കോപിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവേ, എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒരിക്കൽ കൂടി. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ആരാധിക്കാം, കൈകളടിച്ച് പാടിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, ഈശോയെ നോക്കിക്കൊണ്ട് അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. കൈകൾ ഉയർത്തി കൈയടിച്ച്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നോക്കി ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച്. ദിവ്യകാരുണ്യമേ ഈശോയെ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബ്രദർ ആക്നൽ ജോ മാത്യു. ഞാൻ CSC സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം കൂടുന്നത് തന്നെ. അതിൽ ഞങ്ങളുടെ ഇടവകയെ സെൻറ്റ് മേരീസ് ആനക്കാംപോയിൽ ചർച്ച് ഞങ്ങൾക്ക് 2 സെൻറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഞങ്ങളുടെ ഇടവക പള്ളിയും ഒന്ന് ഈ മരിയൻ സ്കൂൾ എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പൗണ്ടുമായിരുന്നു. ഇത്രയും ദിവസം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് തോമസ് അറക്കലച്ചനും പോൾസൺ അച്ഛനും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഒരു യൂത്തുമായിട്ട് നല്ലപോലെ ഒരു കമ്പാഷനായിട്ടുണ്ടായിരുന്ന അച്ഛന്മാരായിരുന്നു. യൂത്തിനെ നല്ലപോലെ പിടിച്ചിരുത്തിയായിരുന്നു. എസ്പെഷ്യലി പരീക്ഷകളുള്ള സമയമായതുകൊണ്ടും പിള്ളേർ കുറവായിരുന്നെങ്കിലും മാക്സിമം യൂത്ത് ഇവിടെ വരാൻ ശ്രമിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ പേര് ദീപ ഷൈജോ. ആനക്കാംപോയിൽ സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. ഞങ്ങളുടെ ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നതിൽ മരിയൻ നഗറിലെ കൺവീനർമാരിൽ ഒരാൾ ആണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ഒത്തിരിയേറെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ മരിയൻ നഗറിൽ എല്ലാവരും പോപ്പുലർ മിഷൻ ധ്യാനത്തെ എതിരേറ്റത്. രാവിലെ 5:30 തന്നെ ഞങ്ങളെല്ലാവരും എത്തുകയും എല്ലാവരും കൊടിയുടെ കീഴെ അണിനിരന്ന് ഒരുമിച്ച് ഞങ്ങൾ ധ്യാന സെൻറ്ററിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നു. വളരെയേറെ സന്തോഷത്തോടെയും ആത്മാർത്ഥമായും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ സെൻറ്ററിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടത്തുവാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ഞങ്ങളുടെ വികാരിയച്ഛനും അതുപോലെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ എല്ലാവർക്കും, ഈ ധ്യാനം ഇവിടെ നല്ല ഭംഗിയായിട്ട് നടത്തിയ വിൻസെൻഷ്യൻ വൈദികർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.
എൻ്റെ പേര് തോമസ്. ആനക്കാമ്പോയിൽ സെൻറ് മേരീസ് ഇടവക അംഗമാണ്. ഞങ്ങളുടെ ഇടവകയിൽ 550 വീട്ടുകാരുണ്ട്. ഈ ഇടവകയിൽ നയിക്കുന്ന വികാരി അച്ഛൻ അഗസ്റ്റിൻ പാറ്റാനി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം, അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഈ വർഷം പൂപ്പൽ മിഷൻ ധ്യാനം ജോജോ അച്ഛനും ടീമുകൾ ഇവിടെ ഒരുക്കി തന്നു. താമരശ്ശേരി രൂപതയുടെ റൂബി വർഷമായതുകൊണ്ടിട്ട് അതിന് ധ്യാനം ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി. ആ ധ്യാനത്തിൽ ഇടവകങ്ങൾ ഭൂരിഭാഗങ്ങളും വലിയ കുടുംബങ്ങൾ വന്നു. ഈ ഇടവകയിൽ നടത്തിയ ധ്യാനം നല്ലൊരു ദൈവിക അനുഭവമായിരുന്നു. എല്ലാ ആളുകളും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതുപോലെ 6 ദിവസത്തെ ധ്യാനം ഞങ്ങൾക്ക് ദൈവിക അനുഭവം തന്നെയായിരുന്നു. എൻ്റെ പേര് ചാക്കോ, വീട്ടുപേര് പോർക്കാട്ടിൽ, സെൻറ് മേരീസ് ചർച്ച് ആനക്കാമ്പയിൽ ഇടവകയിലെ ഒരംഗമാണ്. ഇതെൻ്റെ 2ാമത്തെ പോപ്പുലർ മിഷൻ ധ്യാനമാണ്. 2003 ആദ്യം ഇവിടെ ഞാൻ ആദ്യം കൂടിയ പോപ്പുലർ മിഷൻ ധ്യാനം. ഇത് 2ാമത്തെയാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയപ്പോൾ ഇന്നത്തെ ദമ്പതികളുടെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് 2 പേർക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ഭാര്യയ്ക്ക് ഞാനും കൂടുതൽ പ്രാർത്ഥനയിൽ ഒരു സ്നേഹവും ഐക്യവും ഒരു കൂട്ടായ്മയൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ആനക്കാമ്പയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ്. വികാരിയച്ഛൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജോസ്. ഞാൻ ആനക്കാമ്പയിൽ സെൻറ് മേരീസ് ഇടവക അംഗമാണ്. ഞങ്ങളിവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിൻസെക്ഷൻ വൈദികരായ ജോജോ അച്ഛൻ ആണത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ 5 അച്ഛന്മാരും ഉണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് വിവാഹത്തിനെക്കുറിച്ച് ഒരു പുതിയൊരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ മാമോദിസ, ഞങ്ങളുടെ മരിച്ചടക്ക് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അനുഭവം ഉണ്ടാക്കാൻ തരുന്ന തരത്തിലുള്ള ധ്യാനമായിരുന്നു ഇത്. അതിന് കൂടുതൽ നല്ല ആത്മീയമായ ഒരു ഉണർവ് കിട്ടി. അതിലൂടെ വളരെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ഞങ്ങളെ നയിച്ചു. എൻ്റെ പേര് തോമസ്. കരിക്കണ്ടത്തിൽ ആനക്കാമ്പോയിൽ ഇടവകമാണ്. ആനക്കാമ്പോയിൽ പള്ളിയുടെ കൈക്കാരനും കൂടിയാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ വെച്ച് നടത്തിയ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ 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 നല്ല ഒരു ധ്യാനമായിരുന്നു. ഈ ധ്യാനം നടത്തിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.